ഈ സൈക്കിക് മെസ്സേജ് ഫോർ യു ഗൈസ്. നിങ്ങളുടെ പേഴ്സണിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? എന്ത് മെസ്സേജ് ആണ് നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളെ അറിയിക്കാനുള്ളത്? നമുക്കൊന്ന് നോക്കിയാലോ. എന്ത് മെസ്സേജ് ആണ് നിങ്ങളോട് ഇപ്പൊ പറയാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്? എന്ത് മെസ്സേജ് ആണ്, അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ കഴിയാതെ ഇരിക്കുന്നത്, അറിയിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പാർട്ണർ ആഗ്രഹിക്കുന്നത് എന്താണ്? നമുക്ക് നോക്കാം. യെസ്, ഓക്കെ. ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ എന്തോ അഭിപ്രായത്തിന് വേണ്ടി ആ പേഴ്സൺ വെയിറ്റ് ചെയ്യാണ്. വളരെ വിഷമത്തോടു കൂടി വെയിറ്റ് ചെയ്യാണ്. എന്തൊക്കെയോ കോൺഫ്ലിക്ട്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായി. ആ കോൺഫ്ലിക്ട്സ് ഉണ്ടാകാൻ, ആ ഒരു പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ കാരണം ഒരു തേർഡ് പേഴ്സൺ ആണ്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, അദ്ദേഹത്തിന്റെ വാക്കുകളിലോ അദ്ദേഹത്തിന്റെ ചതിവിലോ എന്തൊക്കെയോ ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് പ്രോബ്ലംസ് ഉണ്ടായത്. പക്ഷെ ആ പ്രോബ്ലംസ് നീങ്ങി വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ലാസ്റ്റ് നിങ്ങൾ ഒരുമിക്കും എന്നും കാണുന്നുണ്ട്. പക്ഷെ ഈ പ്രശ്നങ്ങൾക്ക് വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ മനസ്സിലുള്ളത് തുറന്നു പറയാത്തിടത്തോളം കാലം ഇതിങ്ങനെ നീണ്ടുപോകും. മറ്റൊരു പാതയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉള്ളത് അത് മാറ്റി എന്ത് ചെയ്യണം, തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ തുറന്ന് സംസാരിക്കാൻ നിങ്ങൾ അല്ലെങ്കിൽ മുൻകൈ എടുക്കണം. കാരണം അങ്ങനെ ഇരിക്കുന്തോറും ആ പ്രശ്നങ്ങൾ വലുതാവുകയാണ് ചെയ്യുന്നത്. ഒരു പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അതായത് നിങ്ങൾ സംസാരിച്ച് പ്രശ്നങ്ങൾ തുറന്നു പറയുകയാണെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് നിന്ന് മാറിപ്പോകുന്നു മാത്രമല്ല വളരെ വിജയിച്ച അല്ലെങ്കിൽ ഒരു നല്ലൊരു ജീവിതം മുന്നിലുണ്ട്. നിങ്ങൾക്ക് വിജയിച്ച ജീവിതം തന്നെയാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. നിങ്ങൾ ഒരുമിക്കും, വളരെ നല്ല രീതിയിൽ ജീവിതം, നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകും. ദ വേൾഡ് ആ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ വളരെ ലക്ക്, എല്ലാ രീതിയിലും നിങ്ങൾ സൗഭാഗ്യങ്ങളുടെ ലോകത്തിൽ ആയിരിക്കും. പക്ഷെ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ അതായത് നിങ്ങളുടെ പേഴ്സൺ അത് വളരെ വല്ലാതെ നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളോട് അത് കൺവേ ചെയ്യാനോ നിങ്ങളെ അത് കൺവിൻസ് ചെയ്യാനോ അദ്ദേഹത്തിന് കഴിയുന്നില്ല. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടാത്ത പോലെയാണ്. അതിൽ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ സംസാരിക്കാനുള്ളത് അത് അദ്ദേഹത്തിന്റെ ഭാഗത്തായാലും നിങ്ങളുടെ ഭാഗത്തായാലും നിങ്ങളുടെ ആരുടെ ആയാലും അത് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർക്കേണ്ടതാണെങ്കിൽ തീർക്കണം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് തന്നെയാണ്. ഓക്കെ, hope you like this video. Thank you.